മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. ആസാഫിന്റെ സങ്കീർത്തനമെന്ന് നമുക്ക് അതിന്റെ ഹെഡിങ്ങിൽ കാണുവാനായിട്ട് കഴിയും. ആസാഫ് എന്ന വാക്കിന് ഒരുമിപ്പിക്കുന്നവൻ അഥവാ കൂട്ടിച്ചേർക്കുന്നവൻ എന്നാണ് അർത്ഥം. ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുവാനായി കളക്റ്റീവായി ഒരുമിച്ച് ജനത്തെ ചേർത്ത് നിർത്തി ദൈവത്തിന്റെ അടുക്കലേക്ക് ജനത്തെ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും, ദൈവത്തെ ആരാധിക്കുവാനും പ്രചോദനം നൽകുന്ന, ദൈവത്തെ ആരാധിക്കുവാൻ ശുഷ്കാന്തിയോടെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന ഭക്തനെ കുറിച്ചാണ് നമുക്കിവിടെ വായിപ്പാനായി കഴിയുന്നത്. ആ മനുഷ്യൻ സങ്കീർത്തനം രചിക്കുമ്പോ അല്ലെങ്കിൽ തന്നിലൂടെ കടന്നു വന്ന സങ്കീർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോ വളരെ വ്യക്തമായിട്ട് ധാരാളം ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ ധാരാളം വ്യത്യസ്ത വിഷയങ്ങളിലൂടെ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ രാവിലെ വായിച്ച സങ്കീർത്തനം സുദീർഘമാണ്, 23 വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ്. എങ്കിലും 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാമോ അതിന്റെ 1-2 വാക്യങ്ങൾ? ഓക്കെ, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം അരുളി ചെയ്യുന്നു, പിന്നെ ദൈവം വിളിക്കുന്നു, 3 ദൈവം പ്രകാശിക്കുന്നു. ദൈവം അരുളി ചെയ്യുന്നു, ദൈവം വിളിക്കുന്നു, ദൈവം പ്രകാശിക്കുന്നു. അവിടെ ഈ ദൈവത്തിന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പേര് എൽ എലോഹീം എന്ന അർത്ഥത്തിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവം. ഇനി അതിനെ ചേർത്തെന്ന് പറഞ്ഞ് ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നു, ജീവനുള്ള ദൈവം വിളിക്കുന്നു, ജീവനുള്ള ദൈവം പ്രകാശിക്കുന്നു. അപ്പൊ സാധാരണ ഒരു ദൈവത്തിന്റെ അടുക്കലല്ല ഞാൻ നിങ്ങളുമായിരിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. നമ്മോട് ഇടപെടുന്ന ദൈവമാണ്. നമ്മെ തന്റെ അടുക്കലേക്ക് അവിടുന്ന് ക്ഷണിക്കുകയാണ്. അവിടുത്തെ പ്രകാശം നമ്മുടെ മുൻപിൽ അവിടുന്ന് പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നവൻ ഇരുളിൽ ജീവിക്കുകയല്ല, നിത്യപ്രകാശമായ ക്രിസ്തുവിലാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവസഭയിലായിരിക്കുന്ന ഞാനും നിങ്ങൾ ഇരുളിൽ നടക്കുന്നവരല്ല, നടക്കേണ്ടവരല്ല, നടക്കാനും പാടില്ല. ജീവന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ച് വെളിച്ചം നാം പ്രാപിച്ചവർ മാത്രമല്ല, വെളിച്ചം പ്രകാശിപ്പിക്കുന്നവരായി ജീവിപ്പാൻ നമ്മെ കർത്താവ് കണ്ടിരിക്കുന്നു എന്നോർത്ത് നാം ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകണം. 2 ഭാഗങ്ങളായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ദൈവസഭയെ സംബോധന ചെയ്യുന്നു, വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങൾ. 2ാമത്തെ ഭാഗം ദുഷ്ടനെ കുറിച്ച് സംസാരിക്കുന്നു, ദൈവമില്ലാത്തവരെ കുറിച്ച്. ദൈവത്തോട് ബന്ധമുണ്ട് എന്ന് പറയുകയും ദൈവമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുന്നു. വേദപുസ്തകത്തിൽ ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ അത് ദുഷ്ടൻ എന്ന പദപ്രയോഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ വരികയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഹിതമില്ലാത്ത വഴിയിൽ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ മുഖത്ത് നോക്കി നമുക്ക് ദുഷ്ടൻ എന്ന് സംബോധന ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങനെ വിളിച്ചാൽ തന്നെ പറയും, ഇന്നലെ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാണ് എന്ന് നമ്മളോട് തിരിച്ചു പറയും. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സംബോധന ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുസ്തക ഭാഷയാണ് ദൈവത്തോട് ബന്ധമില്ലാതെ, ദൈവവുമായിട്ട് യാതൊരു വിധമായ വചന വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കാത്ത മനുഷ്യരെ സംബോധന ചെയ്യുന്ന ഭാഷാപ്രയോഗം. ദൈവം പറയുമ്പോ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത ഒരു സമൂഹമുണ്ട്. ആ കൂട്ടത്തെയാണ് പറയുന്നത് വിശുദ്ധ സമൂഹം. അപ്പൊ എന്താണ് യാഗം കഴിച്ച് നിയമം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആത്മനാഥനായ കർത്താവായ യേശു ക്രിസ്തു യാഗമായി അർപ്പണം ചെയ്യപ്പെട്ടു. വേദപുസ്തകം പറയുന്നു, ആ രക്തത്താൽ സകല ഭാഷകൾ, വംശങ്ങൾ, ജാതികളിൽ നിന്ന് കർത്താവ് ജനത്തെ വിലയ്ക്ക് വാങ്ങുവാനിടയായി. ആ ക്രിസ്തുവിന്റെ രക്തനിമിത്തമാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ കഴുകൽ പ്രാപിച്ച് ഈ സഭാകത്ത് കടന്നു വരുവാനും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് അവിടുത്തെ വാഗ്ദത്തം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത് കൊണ്ട്. അതെ, ഈ നാളിൽ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം, അടുത്തൊരു സമയം ആ ക്രിസ്തുവുമായി അഭയം പ്രാപിച്ച് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഒരു
ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വർഗമുണ്ട്. അവിടേക്ക് നമ്മെ എത്തിക്കാമെന്നുള്ള വാഗ്ദത്തം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളും ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്തായിരിക്കുന്നത്. അപ്പോ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ ജനത്തെ എന്റെ അടുക്കൽ കൂട്ടി വരുത്തുവിൻ. ഒടുവിലത്തെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഒടുവിലത്തെ സമയത്തെ കുറിച്ച് പറഞ്ഞ പുസ്തകം പറയുന്നു, ഗോതമ്പ് മണിയെയും പതിരിനെയും വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ഒടുക്കത്തെ നാളിൽ ദൂതൻ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്ന തന്റെ ഭക്തന്മാരെ വകതിരിയുന്ന ചേർക്കുന്ന ഒരു സമയമുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത തന്റെ വിശുദ്ധ ഗണമാണ്. ഈ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നു 23-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം പുതിയ ദിവസഭയ്ക്ക് ഒരു ആട്ടുകൊറ്റന്റെ, ഒരു കാളക്കിടാവിന്റെ, കുറുമ്പ്രാവിന്റെ രക്തം കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് വ്യവസ്ഥയില്ല. പക്ഷെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിന്റെ പാദത്തിലേക്ക് അടുത്തിയെന്ന് ആദരങ്ങൾ തുറന്ന് സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ അതാണ് നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു ഭാഗം അവിടെ പറയുന്നു, നിങ്ങൾ യാഗം നടത്തുന്നു, നിങ്ങൾ ആരാധന അർപ്പിക്കുന്നു, നിങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ 7-8 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. 7-8 വാക്യങ്ങൾ. എന്റെ ജനമേ, ഓക്കെ, നിങ്ങൾ നടത്തിയ ആരാധനകളെല്ലാം എന്റെ മുമ്പില് ഉണ്ട്. ഞാൻ കണ്ടു, ഞാൻ മനസ്സിലാക്കി, ഞാൻ ഗ്രഹിച്ചു, എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറുപടി ഒന്നും പറയുന്നില്ല. പല നമ്മുടെ ആരാധനകളും ദൈവത്തിന് മറുപടി പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല, മറുപടി ഒന്നും പറയുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അറിഞ്ഞില്ല, ദൈവം കണ്ടില്ല, ദൈവം മനസ്സിലാക്കിയില്ല, ദൈവം കേട്ടില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. നമ്മൾ വന്നു, വെറുതെ ഇരുന്നു, മയിൽക്കുറ്റി കണക്കെ നമ്മൾ എഴുന്നേറ്റ് പോയി. എവിടെ ഇരുന്നത്? ആരാധന നടക്കുന്ന ആലയത്തിന്. നമ്മൾ വന്നു, വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളി വന്നിരുന്ന് നമ്മൾ ബൈബിൾ വായിച്ചു, എഴുന്നേറ്റ് പോയി. ആര് കണ്ടു? ദൈവം കണ്ടു. വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പള്ളിയിൽ വന്നിരുന്നു, സുഖമായിട്ട് ഉറങ്ങി, നമ്മൾ എഴുന്നേറ്റ് പോയി. ആര് കണ്ടു? ദൈവം കണ്ടു. പക്ഷെ നമ്മൾ എന്താ പറയും? ഞാൻ ദൈവത്തെ ആരാധിച്ചു. 2.5 മണിക്കൂർ, 8 മണി മുതൽ 10:30 മണി വരെ ഞാൻ ദൈവത്തെ ആരാധിച്ചു. നമ്മൾ അർപ്പിച്ച യാഗം ആരുടെ മുമ്പ് ഇരിപ്പുണ്ട്? ദൈവത്തിന്റെ മുമ്പ് ഇരിപ്പുണ്ട്. ദൈവം പറയുന്നു, ഇതെല്ലാം ഞാൻ കണ്ടു, ഞാൻ ഇതെല്ലാം കണ്ടു, ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി. എനിക്കറിയാം. മുൻപിലോട്ടൊക്കെ ഇരുന്ന സഹോദരിമാര് ഇപ്പൊ എത്രത്തോളം പുറകിൽ ചെന്നിരിക്കാൻ കഴിയുമോ അത്രത്തോളം മാക്സിമം. അപ്പൊ പുറകിലിരിക്കാനുള്ള കാരണം അവരുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇച്ചിരി താമസിച്ചു വന്നാൽ മുമ്പിലോട്ട് ഇടം ഇല്ല. അപ്പൊ എളുപ്പമുണ്ട്. എന്തുകൊണ്ട് പുറകിലിരിക്കണം? പുറകിൽ കയറ്റിയിരുന്ന എനിക്ക് കസേരയില്ല, അല്ല മുമ്പ് കയറ്റിയിരുന്ന എനിക്ക് കസേരയും ഇല്ല. അപ്പൊ അവർക്ക് പറയാൻ പറ്റും, കസേര ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പുറകിലോട്ട് പോയി. മുമ്പിൽ ഇരുന്ന ആൾക്കാരാണ്. ഇനി ഒരു പക്ഷേ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മുൻപന്മാർ പിൻപന്മാര്. അങ്ങനെ എങ്ങാനും ഒരു വിശ്വാസത്തിലാണോ ഇങ്ങനെ മാറിയതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിലും കഴിവതും നേരത്തെ വരിക, നേരത്തെ കസേരകൾ മുൻപിലുള്ളത് നിറയ്ക്കുക, പിൻപിലുള്ളത് പിന്നെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ അവസരങ്ങളെ കൊടുക്കുക. രണ്ട് ഭാഗം. ഇനി അടുത്ത ദൈവം പറയാണ്, എനിക്ക് യാഗം നടത്തണമെങ്കിൽ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട്, ഞാനാ സൃഷ്ടിച്ചവയല്ല. വനാന്തരത്തിൽ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളവരെക്കാളും ഇഷ്ടം പോലെ മൃഗം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മാംസം ആവശ്യമുണ്ടെങ്കിൽ, രക്തം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിലധികം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടത് യാഗമല്ല, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്. വായിച്ച അതിന്റെ 13-ാമത്തെ വാക്യം. 13 വായിച്ചു.
ദൈവം എന്താ ആവശ്യപ്പെടുന്നത്? നാവെടുത്ത് പാതമെന്ന് ദൈവത്തിന് എന്ത് പറയുക? സ്തോത്രം പറയുക, സ്തോത്രം പറയുക, സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി പറയുക, ആരാധന അർപ്പിക്കുക. നിങ്ങള് TPM വിശ്വാസികളുടെ ആരാധനാലയത്തിലോ ആരാധനകളിലോ എവിടെയെങ്കിലും സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാവിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെ സ്തോത്രം എന്നൊരു പക്ഷേ പറഞ്ഞില്ല എന്ന് വരും. ആ അക്ഷരത്തിന് അല്പം കൂടെ വ്യത്യാസം വരും. സ്തോത്ര എന്ന് നിങ്ങൾ കേട്ടതിരിക്കും. അത് ഒരു എന്താ തമിഴ് മലയാളം ഒരു ടച്ച് അതങ്ങനെ വന്നത് കൊണ്ട് മാത്രം. കാരണം ആ ആരാധന വന്നത് തമിഴ്നാട്ടിലൂടെയാണ് എന്ന് പറഞ്ഞാൽ സിംഹള ആരാധനയാണ്. ശ്രീലങ്കയിൽ ഉരുവായി തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നതായതുകൊണ്ടാണ് ആ ഒരു ശൈലി വരുന്നത്. പക്ഷേ അവരുടെ ഒരു 2 മണിക്കൂർ ആരാധന അല്ലെങ്കിൽ 3 മണിക്കൂർ ആരാധനയൊക്കെ നടന്നാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രത്തിന്റെ ശബ്ദമാണ് ഉയരുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ആലയത്തിനകത്ത് ആരാധനയിൽ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷെ അവയൊന്നുമല്ല ദൈവത്തിന്റെ മുൻപിൽ പ്രധാനമെന്ന് പറയുന്നത്. ദൈവത്തിന്റെ മുൻപിൽ പ്രധാനം ആദര ഫലമെന്ന സ്തോത്രയാഗം. ദൈവത്തിന്റെ മുൻപാകെ ഞാൻ നിങ്ങൾ അർപ്പിക്കാൻ തയ്യാറാകണം. വന്നത് ദൈവത്തെ സ്തുതിപ്പാനാണ്, നാം ഇരിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാണ്. എന്തുകൊണ്ട് വാ തുറക്കണം? എന്തുകൊണ്ട് അതരങ്ങൾ ചലിപ്പിക്കണം? ഇന്നലകളിലുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ, നന്മകൾ, ഇതുവരെ നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് അടങ്ങാൻ പറ്റില്ല. ദൈവത്തെ വളർത്തപ്പെടുന്നു. അതുകൊണ്ട് ദാവീദ് മീഖലോട് പറഞ്ഞത്, ആട്ടിടയനായിരുന്ന എന്നെ ഈ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരുത്തിയ നിന്റെ അപ്പനല്ല, മറിച്ച് സ്വർഗത്തിൽ ഒരു അപ്പൻ എനിക്കുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഇതിന്റെ അപ്പുറം ആരാധിക്കും. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ ദൈവം ദുഷ്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു, വേഗത്തിൽ ഒന്ന് വായിക്കണം. വേഗം വായിക്കാൻ കഴിയുന്ന ഒരാൾ വേഗം വായിച്ചോണം. 16 തുടങ്ങിയ വാക്യം. ചോദ്യം ഇതാണ്, എന്റെ നാമത്തെ നിന്റെ നാവിലെടുക്കാൻ നിനക്ക് എന്താണ് കാര്യം? ആരോടാ പറഞ്ഞത്? ഹലോ, ദുഷ്ടനോടാണ് പറയുന്നത്. ദൈവസഭയോടല്ല, വിശ്വാസിയോടല്ല, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവ മനുഷ്യനോടല്ല പറയുന്നത്. പക്ഷേ ദുഷ്ടനോട് പറയുകയാണ്. അവൻ ദൈവത്തെ സേവിക്കുന്നവനെന്ന് പറയുകയും ദുർമാർഗ്ഗങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നവരോട് പറയുകയാണ്, എന്റെ നാമത്തെ നിന്റെ നാവിലെടുപ്പാൻ നിനക്ക് എന്ത് അധികാരം? അടുത്ത വായിച്ചേ 17. നിനക്ക് എന്താ ഇല്ല? ആരെങ്കിലും ശാസിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ എന്റെ വചനത്തെ നീ എന്ത് ചെയ്യുന്നു? പുറത്തെറിഞ്ഞു കഴിഞ്ഞു. 18. ആരോടെ പോകും? നിർത്തി. കള്ളനെ കണ്ടാൽ നീ ആരോടെ പോകും? അവന്റെ പിറകെ പോകും. അവൻ പറയുന്നതെല്ലാം കേൾക്കും. അടുത്ത്, വ്യഭിചാരിയോടുകൂടെ നീയും പങ്കെടുക്കും. 19 വാക്യം. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും പറയും. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ വായി തോന്നുന്നത് അത് തന്നെ. അപ്പൊ അതിന് വേണ്ടി ഇട്ടുകൊടുക്കും. പക്ഷെ എന്നിട്ട് ഞായറാഴ്ച ആരാധനയിൽ വന്നു നിന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, അന്യഭാഷ പറയും, കർത്താവിന് സ്തുതികരേറ്റം. പക്ഷേ അവരെ കുറിച്ച് 16-ാമത്തെ വാക്യത്തെ ദൈവമായി പറയുന്നത് എന്താണ്? 16-ാമത്തെ വാക്യത്തിൽ അതാണ്, അവനോടാണ് ദൈവം പറഞ്ഞത്. വായെ എന്തിനു വിട്ടുകൊടുക്കുന്നത്? ഇഷ്ടത്തിനല്ലാത്ത, ഹിതത്തിനല്ലാത്ത, ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന വിളയ്ക്കുന്നു. 20-ാമത്തെ വാക്യം. സിസ്റ്ററെ, അമ്മച്ചി വായിച്ചോണ്ടിരിക്കില്ല, അവർക്ക് അറിയാം വായിക്കാൻ. ഓക്കെ, അമ്മച്ചി വായിച്ചോ. അല്ലല്ല, അമ്മച്ചി 20-ാമത്തെ വാക്യം. അടുത്ത വീട്ടിൽ ചെന്നിരുന്ന് സഹോദരന് വിരോധമായിട്ട് എന്തോന്ന് സംസാരിക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നിരുന്ന് ഭാര്യയ്ക്ക്, ഭർത്താവിന്, മകന്, മകൾക്ക്, പിന്നെ മരുമകൾക്ക്, കൊച്ചുമകൾക്ക് വിരോധമായി സംസാരിക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ആലയത്തിനകത്താണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങള് അടുത്ത വീട്ടുകാരൻ കേൾക്കേണ്ട കാര്യമില്ല, അറിയേണ്ട കാര്യമില്ല, കുടുംബത്തിൽ പറയേണ്ട
കുടുംബത്തിൽ പറഞ്ഞു തീർക്കണം. മോനോട് പറയേണ്ട കാര്യം മോനോട് പറയണം, മോളോട് പറയേണ്ട കാര്യം മോളോട് പറയണം, മരുമോനോട് പറയേണ്ടത് മരുമോനോട് പറയണം, മരുമോളോട് പറയേണ്ടത് മരുമോളോട് പറയണം, പാസ്റ്ററോട് പറയേണ്ടത് മാത്രമേ പാസ്റ്ററോട് പറയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലാതെ നമ്മുടെ കുടുംബത്തിന്റെ സകല കാര്യങ്ങളും കൊണ്ടുവന്ന് അയലത്തെ വീടുകളോളം നടന്നിരിഞ്ഞ് ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവനെ കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു. ആരാണ്? പറയാൻ ഇച്ചിരി മടിയായിരിക്കും. ആക്ച്വലി സങ്കീർത്തനം വായിക്കണമെന്ന് പ്രബോധിപ്പിക്കണമെന്നൊന്നും എനിക്ക് ഒരു ചിന്തയും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം തന്നു എന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഞാനത് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വെട്ടിക്കീറാൻ പറ്റിയ സങ്കീർത്തനമാണ് 50-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. വിശ്വാസികളൊക്കെ കൊത്തി അരിയാൻ പറ്റിയ സങ്കീർത്തനമാണ് 50-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയിലും ഇത് വായിച്ചാൽ ചില ഭാഷമാർക്ക് ഭയങ്കര തൃപ്തിയായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇനി കിടക്കുന്നേ ഉള്ളൂ. വായിച്ച 22-ാമത്തെ വാക്യം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടാകുകയും. നല്ല പ്രസംഗ വിഷയം, പറ്റിയ പ്രസംഗ വിഷയം, പ്രസംഗിക്കാൻ പറ്റിയ വാക്യമാണ്. ദൈവത്തെ മറക്കുന്നവരെ ഈ മേളിൽ പറഞ്ഞ മൊത്തവും ഓർത്തുകൊള്ളുവിൻ, വിടിവിപ്പാൻ ഞാൻ എന്ത് ചെയ്ത കീറിക്കളഞ്ഞു. നിസാരവാക്യമൊന്നുമല്ല. പറഞ്ഞു നിർത്തിയത് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക. ദൈവത്തെ മറക്കരുത്. നമ്മൾ തന്ന നന്മകളെ മറക്കരുത്, ഉപകാരങ്ങളെ മറക്കരുത്, സൗഖ്യത്തെ മറക്കരുത്. മൺമയമായ അനുഭവത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. പക്ഷെ ഇതെന്തെല്ലാം ഉണ്മയായ നന്മകളെ ദൈവം നമ്മുടെ കുടുംബങ്ങൾക്ക് തന്നോ. അതുകൊണ്ട് ഞാനും നിങ്ങൾ ആരും ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. എല്ലാ സമയവും ഏതൊരവസരവും എനിക്ക് നിങ്ങൾക്കും ദൈവം അവസരം തന്ന ഇത് ദൈവം ചെയ്തതെന്ന് പറയാ നമ്മുടെ ആദരങ്ങൾ ചലിക്കണം. ഒടുവിലത്തെ വാക്യം മതി. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രഥമമായ കാര്യം ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തിന് പുകഴ്ച ദൈവത്തിന്റെ മുൻപാകെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഞായറാഴ്ചത്തെ സഭായോഗം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാക്കി കളയാതെ വിനിയോഗിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ആത്മാവാം ദൈവം നമ്മെല്ലാവരെയും ഒരുക്കട്ടെ.